ഏറ്റുമുട്ടി പിരിഞ്ഞതാണ് രണ്ട് ടീം. ചുവപ്പൻ കുപ്പായത്തിൽ സാന്റോസ് ആർപ്പിനിക്കുന്ന് മത്സരിക്കുന്നു. മറുവശത്ത് യൂത്ത് വിംഗ് തൊടുപുഴ. യൂത്ത് വിങ്ങിനെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോന്ന സാന്റോസ് ആർപ്പിനിക്കുന്ന് വിനേഴ്സിന്റെ അടുത്ത റൗണ്ടിൽ KYM പുളിക്കലിനോട് പരാജയം സമ്മതിച്ച് വീണ്ടും ലൂസേഴ്സ് പൂളിൽ യൂത്ത് വിങ്ങിന്റെ മുന്നിൽ തന്നെ എത്തിച്ചേരുന്നു. ആദ്യ റൗണ്ടിലെ ജയപരാജയങ്ങൾ ഇവിടെ ബാധിക്കുന്നില്ല. ഇവിടെ ആര് വിജയിക്കുന്നുവോ ആ ടീം പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കും. പരാജയപ്പെട്ടാൽ ഈ ടൂർണമെന്റിലെ 17ാം സ്ഥാനക്കാരായി കപ്പിനും ചുണ്ടിനുമിടയിൽ മത്സരം അവസാനിപ്പിച്ച് കളം വിട്ട് മടങ്ങണം. 30 ചാമ്പ്യൻ ടീമുകൾ, 210 ചാമ്പ്യൻ കായിക താരങ്ങൾ പങ്കെടുത്ത് മടങ്ങിയ ഈ മത്സരവേദിയിലെ അവസാന ബെസ്റ്റ് ഓഫ് 1 പോരാട്ടം. ഇനിയുള്ളതെല്ലാം ബെസ്റ്റ് ഓഫ് 3 നോക്കൌട്ട് മത്സരങ്ങളിലേക്ക് വടംവലിച്ചു കയറുവാൻ വീണ്ടും മലപ്പുറത്തിന്റെ പുത്തൻ താരോദയങ്ങൾ സാന്റോസ് ആർപ്പിനിക്കുന്ന് ആദ്യ മത്സരത്തിൽ ഞൊടിയിടയിൽ മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയെങ്കിൽ അതിന്റെ പരാജയഭാരം കൺമുന്നിൽ കണ്ടുകൊണ്ട് ഓരോ അടിയും കൃത്യതയോടുകൂടി മത്സരത്തിലേക്ക് പിടിച്ചു നിർത്തുവാൻ ഉറച്ച് യൂത്ത് വിംഗ് തൊടുപുഴയുടെ പച്ചക്കുപ്പായക്കാർ ഷമീറും രഞ്ജു കടവൂരും ഷിജുവും സംഘവും മത്സരരംഗത്തേക്ക് സജീവമാകുന്നു. എന്നാൽ ആദ്യ റൗണ്ട് മത്സരം ആവർത്തിച്ചുകൊണ്ട് സാന്റോസ് ആർപ്പിനിക്കുന്ന് മലപ്പുറം ജില്ലയിലെ 8 അടി വിജയപഥം കടന്ന് എറണാകുളത്തിന്റെ 10 അടിയിലേക്ക് ആ ടീം വടം വലിച്ചു കയറുന്ന കാഴ്ച. മത്സരം വിജയിച്ച് സാന്റോസ് ആർപ്പിനിക്കുന്ന് മലപ്പുറം ഈ ടൂർണമെന്റിലെ പ്രീ ക്വാർട്ടർ ഫൈനലിന് യോഗ്യത നേടുന്നു. യൂത്ത് വിംഗ് തൊടുപുഴ ടൂർണമെന്റിൽ നിന്ന് കളമിടുന്നു. ആ ടീമിനെ കൈയടിച്ച് മാത്രം യാത്രയാക്കുക. എന്നും ഫൈനലിൽ മാത്രം പോരടിച്ചിട്ടുള്ളവർ ഇന്ന് ഫിക്സറിന്റെ വലയിൽപ്പെട്ട് പ്രീ ക്വാർട്ടർ ഫൈനലിൽ പോരടിക്കുന്നു.